എൻ്റെ പേര് ജോസ് കെ പി. ഞാൻ സ്കൂള് 75 ആരംഭിച്ച സമയത്ത് അഡ്മിഷൻ കിട്ടിയിട്ടുള്ള വ്യക്തിയാണ്. ഞങ്ങൾ 24 കുട്ടികളാണ്. 5th സ്റ്റാൻഡേർഡ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത് 1st സ്റ്റാൻഡേർഡ് ആൻഡ് 5th സ്റ്റാൻഡേർഡ് ആയിരുന്നു. ആ സമയത്ത് മലയാളം മീഡിയത്തിൽ നിന്ന് വന്ന കുറച്ച് കുട്ടികളും ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് വന്ന കുറച്ച് കുട്ടികളെയും അന്ന് സർ ജോസഫ് ഡൊമിനിക് സാർ ആയിരുന്നു പ്രിൻസിപ്പൽ. പിന്നെ ഒരു 5-6 സിസ്റ്റേഴ്സ് ആയിരുന്നു ഞങ്ങളെ മോൾഡ് ചെയ്ത് എടുത്തത്. അതിൽ ആനി സിസ്റ്റർ ഉണ്ട്, ലിറ്റിൽ മേരി സിസ്റ്റർ ഉണ്ട്, പിന്നെ സിസ്റ്റർ ട്രീസ എന്ന് തോന്നുന്നു. ഓക്കെ, ഞങ്ങൾ ഒരു വർഷം അന്ന് ഹോസ്റ്റലുണ്ടായിരുന്നു. അത് സെൻറ്റ് തോമസ് മൗണ്ടിലായിരുന്നു ഞങ്ങളുടെ സ്കൂളുകൾ. എന്ന് പറഞ്ഞാൽ ഒരു 128 സ്റ്റെപ്പുകളോളം കയറി ഒരു മലയുടെ മുകളിലാണ്. അത് നല്ലൊരു അനുഭവമാണ്. അന്നൊക്കെ ആ കുന്നു നിറച്ചും ചെറിയ തെങ്ങും, പിന്നെ 1st സ്റ്റാൻഡേർഡിലെ കുട്ടികളാണ്, 1st and 5th. പിന്നെ ഒരു പ്രസ്സായിരുന്നു അത്. അതിൻ്റെ താഴത്തെ നില ഞങ്ങളുടെ ഹോസ്റ്റലായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ നന്നായി പഠിച്ച് മോൾഡ് ചെയ്യാൻ വേണ്ടി ഞങ്ങളെയൊക്കെ ഹോസ്റ്റലിലായിരുന്നു. ഞാൻ ഈ കാലിക്കറ്റ് സിറ്റിയിൽ തന്നെ ജനിച്ചു വളർന്ന ആളാണ്. എന്നാൽ പോലും എന്നെയും പിടിച്ച് ഹോസ്റ്റലിലാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഫസ്റ്റ് ഇയർ 75 ജോസഫ് ഡൊമിനിക് സാറും പിന്നെ കുറച്ച് ടീച്ചേഴ്സും. അത് കഴിഞ്ഞ് 76 കുറച്ചും കൂടെ കൊളംബസ് അച്ഛൻ പ്രിൻസിപ്പളായിട്ട് വന്നു. കൊളംബസ് അച്ഛൻ ദേവഗിരിയിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ട് പ്രിൻസിപ്പളായി വന്നു. ഞങ്ങളുടെ വാർഡനായിരുന്നു. എനിക്ക് തോന്നുന്നു ഫാദർ കെന്നത്ത് ആ സമയത്ത് വാർഡനായിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ നല്ല രസമായിരുന്നു. കാരണം ആ സെൻറ്റ് തോമസ് മൗണ്ടിലെ ആ ഒരു ആംബിയൻസ്, ഒരുപാട് മാവും സപ്പോർട്ടയും. ഞങ്ങളുടെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ ഈ സ്റ്റെപ്പ് കയറുക ഇറങ്ങുക. പിന്നെ ടീച്ചേഴ്സ് എല്ലാം ഹോംലി, വളരെ ഹോംലിയാണ്. പിന്നെ ഉള്ളത് 1ാം ക്ലാസ്സിലെ കുട്ടികളായിരുന്നു. നല്ലൊരു അനുഭവമാണ്. പിന്നെ നമ്മുടെ ഈ ഒരു ഇതിലേക്ക് വരുന്നത് 78 സ്കൂളിൽ ഇങ്ങോട്ടേക്ക് മാറുന്നതും. പിന്നെ കുട്ടികളുടെ എണ്ണമൊക്കെ കൂടി തുടങ്ങി. ഒറ്റ കാര്യം അത് പറഞ്ഞതല്ലേ, ഈ 1ഉം 5ാം ക്ലാസ് വരുന്നു എന്ന് പറഞ്ഞു അല്ലേ? അതെ. അപ്പൊ 1ാം ക്ലാസ്സിലെ കുട്ടികളും ഹോസ്റ്റലിലുണ്ടായിരുന്നോ? ഇല്ല, 1ലെ കുട്ടികൾ ഹോസ്റ്റലിലില്ല. അപ്പൊ 5ാം ക്ലാസ്സിലെ കുട്ടികൾ മാത്രമാണ് ഹോസ്റ്റലിലുള്ളത്? അതെ. അപ്പൊ നിങ്ങൾ വീട്ടിൽ എപ്പോഴാണ് പോകുന്നത്? ഡേ സ്കോളേഴ്സ് ആയിട്ടുള്ള കുറച്ച് പേരുണ്ടായിരുന്നു. ഞങ്ങൾ ഹോസ്റ്റലിലുള്ളവർ വീട്ടിലേക്ക് പാരൻസ് വരും, ഞങ്ങളെ കാണാൻ വരും. മാസത്തിലൊക്കെ കുറച്ച് ദിവസം, അതൊക്കെ ആവശ്യത്തിനനുസരിച്ച് പോവാം. പക്ഷേ എല്ലാ ദിവസവും ക്ലാസ്സുകളുണ്ട്. ഡേ സ്കോളേഴ്സ് ഒക്കെ എങ്ങനെയായിരുന്നു സ്കൂളിലേക്ക് വരിക? നമുക്കൊരു മാറ്റഡോറിൻ്റെ ഒരു വാഹനമായിരുന്നു. അതിൽ ഞങ്ങളും ഇടയ്ക്ക് കുട്ടികളെ കൂട്ടാനൊക്കെ പോകും. വളരെ കുറച്ച് പേര്. പിന്നെ അന്ന് നമ്മുടെ തോമസ് ചേട്ടനായിരുന്നു. പിന്നെ തോമസ് ചേട്ടനുണ്ടായിരുന്നു വണ്ടിയിൽ, ലില്ലി ചേച്ചി ഉണ്ടായിരുന്നു വണ്ടിയിൽ. ഞങ്ങൾ ടൗണിൽ കൂടിയൊക്കെ വല്ലപ്പോഴൊക്കെ ഞങ്ങളും പോകും. പോയിട്ട് കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ. 5th സ്റ്റാൻഡേർഡിൽ 6th ആയപ്പോഴാണ്, അതായത് 1st സ്റ്റാൻഡേർഡ് ആൻഡ് 2nd സ്റ്റാൻഡേർഡ്, 5th and 6th, അങ്ങനെ 76 ഓൺവേർഡ്സ് കുട്ടികളുടെ എണ്ണം കൂടി തുടങ്ങി. ഡേ സ്കോളേഴ്സൊക്കെ ഒരു വണ്ടിയേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് എൻ്റെ ഓർമ്മ. അതെ, ഒരു വണ്ടിയേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴുള്ള ക്യാമ്പസിലേക്ക് ഏത് വർഷം വന്നത്? 77 നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തതെന്നാണ് എൻ്റെ ഓർമ്മ. അതിനെപ്പറ്റി എന്തെങ്കിലും ഓർമ്മയുണ്ടോ? 78 വന്ന ഉണ്ട്. കാലത്ത് അന്നും ഇവിടെയും ഹോസ്റ്റലുണ്ടായിരുന്നു. 3ാമത്തെ നില ഒരു ഹോസ്റ്റലൊക്കെ ആയിരുന്നു. ഹോസ്റ്റലിലും കുട്ടികളൊക്കെ ഉണ്ട്. അതെനിക്ക് ഓർമ്മയുണ്ട്. നമ്മുടെ ഞങ്ങൾ ഗ്രൗണ്ടൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഫാദർ തോപ്പിൽ, ഫാദർ എടക്കര, ഇവർ രണ്ടുപേരുമായിരുന്നു ഞങ്ങൾക്കൊക്കെ മാർഗനിർദ്ദേശങ്ങളൊക്കെ തരുന്നതും. ഈ ഗ്രൗണ്ട് ഉണ്ടാക്കാൻ തന്നെ വൈകുന്നേരമായാൽ ഞങ്ങളെയും കൊണ്ട് ഇറങ്ങും. സ്കൂൾ ടീമിലൊക്കെ കളിച്ചിട്ടുണ്ട്. അപ്പം ഈ ഗ്രൗണ്ട് മണ്ണിടിച്ച് ഗ്രൗണ്ട് ഉണ്ടാക്കുന്ന ജോലികളൊക്കെ ഞങ്ങളുടെ ഭയങ്കര സന്തോഷത്തോടെ ചെയ്ത ഒരു കാലമായിരുന്നു. മൗണ്ടിലുള്ള എത്ര സ്ട്രെങ്ത് ഉണ്ടായിരുന്നു? 70 കുട്ടികൾ. 1st സ്റ്റാൻഡേർഡിൽ 46ഉം 5th സ്റ്റാൻഡേർഡിൽ 24. ഇപ്പോഴത്തെ ക്യാമ്പസിലെത്തിയപ്പോഴോ? ഇവിടുത്തെ ക്യാമ്പസിലെത്തിയപ്പോഴേക്കും എന്തായാലും 3 ക്ലാസ്സുകളായി. 5th, 6th, 7th, 1st, 2nd, 3rd. ഒരു 50 കുട്ടികളെയൊക്കെ വെച്ച് കൂട്ടുവാണെങ്കിൽ തന്നെ 100-300 കുട്ടികളുടെ ഒക്കെ ആയി കാണുമായിരിക്കും. ഈ ക്യാമ്പസിലെ ടീച്ചേഴ്സിന്റെ വല്ല ഓർമ്മയുണ്ടോ? ഉണ്ട്. വർക്ക് ടീച്ചറായിരുന്നു മെയിനായിട്ട് ഞങ്ങളെയൊക്കെ ഒന്ന്
പേടിപ്പിച്ച് വളർത്തിക്കൊണ്ടുവന്നു വർക്ക് ടീച്ചറായിരുന്നു. വർക്ക് ടീച്ചർ എന്ന് കേട്ടാൽ ഷീസ് എ ലേഡി. പ്രൊവിഡൻസിൽ റിട്ടയർ ചെയ്തിട്ട് വന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. ഹിസ്റ്ററി ജോഗ്രഫിയൊക്കെ എടുത്തു. പിന്നെ ഫാദർ കൊളംബസ് അച്ഛന് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രിൻസിപ്പൾ ദേവഗിരി പ്രിൻസിപ്പളായിട്ട് റിട്ടയർ ചെയ്തു പോകുന്നത് ഫാദർ ഇസ്തോർ എം വടക്കൻ. ഇസ്തോർ അച്ഛനാണ് 9th and 10th ഞങ്ങളെ മോൾഡ് ചെയ്തതും ഞങ്ങളുടെ ലാംഗ്വേജിലാണെങ്കിലും. പിന്നെ ഒരു നല്ല അനുഭവം അച്ഛൻ്റെ തന്നെ ഒരു റിലേറ്റീവ് ഒരു ഫാദർ വടക്കൻ ഉണ്ടായിരുന്നു. അച്ഛന് സ്റ്റേറ്റ്സിൽ നിന്നൊക്കെ വന്ന സമയത്ത് ഞങ്ങൾക്കൊരു ഡിക്റ്റേഷൻ എടുത്തു. സത്യം പറഞ്ഞാൽ 0 ആയിരുന്നു ഇംഗ്ലീഷിൻ്റെ ഡിക്റ്റേഷൻ. ഒരു 3 കൊല്ലം 4 കൊല്ലം പഠിച്ചിട്ട് അങ്ങനത്തെ ഒരു പ്രൊനൗൺസിയേഷൻ ആയിരുന്നു അച്ഛൻ്റെ. ഞങ്ങൾക്കൊന്നും മനസ്സിലാവാത്ത രീതിയിലുള്ള ഒരു പ്രൊനൗൺസിയേഷൻ. അവിടെ നിന്നൊക്കെ അച്ഛൻ ഞങ്ങളെയൊക്കെ വളർത്തിയെടുത്തു കൊണ്ടുവന്നു. പിന്നെ ഫാദർ ഇടക്കര ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇസ്തോറച്ചനായിരുന്നു ഞങ്ങളുടെ പ്രിൻസിപ്പളായിരുന്നു. നെടുങ്ങാടി മാഷ് ഉണ്ടായിരുന്നു, മേനോൻ സാർ ഉണ്ടായിരുന്നു, സാറാമ്മ ടീച്ചർ ബയോളജി എടുക്കാനുണ്ട്, മറിയാമ്മ ടീച്ചർ കെമിസ്ട്രി എടുക്കാനുണ്ടായിരുന്നു. തോപ്പിൽ ഫാദർ ആയിരുന്നു മാത്സ്. ഞാനൊരു BSc മാത്സുകാരനാണ്. അത് അച്ഛൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് അന്നൊക്കെ താല്പര്യം വന്നിട്ടുണ്ടാവുന്നില്ല. കാരണം അത്രയും രസമായിരുന്നു അച്ഛൻ്റെ ക്ലാസ്സുകൾ. അച്ഛനിവിടെ പ്രിൻസിപ്പളായിട്ട് ഇരുന്നിട്ടുണ്ട് ഫാദർ സ്കറിയ തോപ്പിൽ. കൊളംബസ് അച്ഛനായിരുന്നോ ഈ സ്പോക്കൺ ഇംഗ്ലീഷും കോംപ്രിഹെൻഷൻ ക്ലാസ്സസ് ഒക്കെ എടുത്തിരുന്നത്? അല്ല, ഇസ്തോർ എം വടക്കൻ അച്ഛനാണ് ഇവിടെ വന്നപ്പം. 8th ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പം അച്ഛൻ 2 വർഷം ഇസ്തോർ എം വടക്കനായിരുന്നു. അതിനു മുമ്പ് കൊളംബസ് അച്ഛനും ഞങ്ങൾ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. പ്രിൻസിപ്പളായിരുന്നു. ഈ വർക്ക് ടീച്ചറാണോ പാലയിൽ നിന്ന് വന്നതെന്ന് പറയുന്നത്? പാലെന്നായിരിക്കണം, കാരണം പ്രൊവിഡൻസ് സ്കൂളിൽ നിന്നാണ് വന്നതെന്നറിയാം. പിന്നെ ബേസിക്കലി അങ്ങനെയാണോ എനിക്ക് പാലയിലാവണം ചാൻസ് ഉണ്ട്, അത്രേ എനിക്ക് അറിയുള്ളൂ. അവർ സ്ട്രിക്റ്റ് ആയിരുന്നോ? വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. എപ്പോഴും കയ്യിൽ ചൂരലും. അതെ. പ്രയോഗിക്കായിരുന്നോ? ഏതോ പ്രയോഗിക്കുമായിരുന്നു? പ്രയോഗിക്കും. പിന്നെ നന്നായി കിട്ടിയിട്ടുണ്ട്. അത് അന്നത്തെ കാലത്ത് എല്ലാവരും ഞങ്ങളുടെയൊക്കെ കൈക്കും കാലിനൊക്കെ അടി കിട്ടിയിട്ടുള്ള കാലമാണ്. നല്ല രസമുള്ള കാലമാണ്. ഇനി അതൊക്കെ ശരിക്കും വരേണ്ടതാണ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ. ഒരു രസമാണ്. ഏത് വർഷം പാസ് ഔട്ട് ചെയ്തത്? ഞാൻ 81 ഫസ്റ്റ് ബാച്ച്. അന്നേരം എത്ര പേരുണ്ടായിരുന്നു? ഞങ്ങള് 11 പേര്. അത്രേ ഉള്ളൂ. 11 പേരിൽ ആകെ ഒരു പെൺതരിയുള്ളത് മോഹനകുമാരിയാണ്. വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ആഡ് ചെയ്യാൻ ഉണ്ട്. ഞാൻ ഹൗസ് തിരിച്ചു. അതായത് ബ്ലൂ ഹൗസ്, യെല്ലോ ഹൗസ് എന്നൊക്കെ പറഞ്ഞ് പുതിയോരോ അനുഭവങ്ങളാണ്. ഹൗസ് തിരിച്ചപ്പം ക്ലാസ് റൂമിലേക്ക് ഞങ്ങൾ 4 പേര്, ഞാനുണ്ടായിരുന്നു, രാധാകൃഷ്ണൻ, ബ്രഹ്മാനന്ദ്, പിന്നെ വണ്ണൂർ. അപ്പം അത് നമ്മുടെ സ്കൂൾ ഫുട്ബോൾ ടീമൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഓരോ ക്ലാസ്സിൽ ചെന്നിട്ട് നമ്മൾ 4 പേരും കൂടെ ചെന്നിട്ട് ഇങ്ങനെ കുട്ടികളെ സെലക്ട് ചെയ്യുക. അപ്പോൾ അതിന് ഒരു നല്ല അനുഭവമാണ്. ഇനി എൻ്റെ ഓർമ്മയിൽ ഞാൻ യെല്ലോ ഹൗസ് ക്യാപ്റ്റനായിരുന്നു. യെല്ലോ ഹൗസ് ക്യാപ്റ്റനായിരുന്നപ്പോൾ തന്നെ ലീസാമ്മ ടീച്ചർ മലയാളത്തിൻ്റെ ഇത്, കാരണം എനിക്ക് എല്ലാ കുട്ടികളെയും അത്യാവശ്യം നല്ല പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെയായിരുന്നു. നല്ലൊരു കോമ്പറ്റീഷനായിരുന്നു അന്നത്തെ കാലത്തൊക്കെ. അതിന് ടീച്ചേഴ്സ് എല്ലാം ഭയങ്കര ഹോംലി ഫീലിംഗ് ആണ്. സ്ട്രിക്റ്റാന്ന് പറഞ്ഞാലും എല്ലാവരെയും ചേർത്ത് പിടിച്ചാണ് അവർ ഞങ്ങളെയൊക്കെ വളർത്തിയെടുത്തത്. ഹോസ്റ്റലിലെ പെൺകുട്ടികളുണ്ടായിരുന്നോ ഓർമ്മയിൽ? പെൺകുട്ടികളുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. കാരണം അന്ന് കോൺവെന്റ് സിസ്റ്റേഴ്സ് ആയിരുന്നു ഞങ്ങളുടെ ടീച്ചേഴ്സൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഒരു ആരാധന മഠത്തിൽ കുട്ടികൾ, കുറച്ച് പെൺകുട്ടികളൊക്കെ സ്റ്റേ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഏറ്റവും രസം അവിടുത്തെ സ്റ്റെപ്പാണ്. 128 സ്റ്റെപ്പ് കയറി മുകളിലോട്ട് കയറി വരിക എന്ന് പറഞ്ഞാൽ ഒരു രസമുള്ളൊരു അനുഭവമാണ്. അവിടെ പിന്നെ പോയിട്ടുണ്ടോ? പിന്നെ പലപ്പോഴും പോയിട്ടുണ്ട്. ഈവൻ ഫാമിലി ആയിട്ട് പോയിട്ടുണ്ട് ഞാൻ. എനിക്ക് തോന്നുന്നു 96 എടക്കര അച്ഛന് ഒരു ഫോമർ സ്റ്റുഡൻസിന് സിൽവർ ഫോസ എന്ന പേരൊക്കെ ഇട്ട്, ഈവൻ അതിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു ഞാൻ. അതൊരു 2 കൊല്ലം 3 കൊല്ലമൊക്കെ. ഇപ്പോഴും അത്യാവശ്യം ഒരുപാട് കുട്ടികളായിട്ട് എനിക്ക് ഇപ്പോഴും ഇൻട്രാക്ഷൻ ഉണ്ട്. ഞങ്ങളുടെ ബാച്ചിൽ എനിക്ക് തോന്നുന്നൊരു 4-5 ഇയർ എല്ലാ കുട്ടികളും ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട്. എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ പല സിലബസുകൾ, കാരണം നമുക്ക് അഫിലിയേഷൻ ആദ്യത്തെ 5 കൊല്ലം CBSE സിലബസ് ആയിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ആ സിലബസിലും നമുക്ക് ഒത്തിരി ഒരുപാട് വിഷമങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, കുറച്ച് പഠിപ്പിച്ച് കഴിയുമ്പോഴേക്കും ബുക്കൊക്കെ മാറ്റും.
അപ്പോൾ പുതിയ ബുക്ക് വാങ്ങണം. പിന്നെ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുണ്ടാക്കാലത്തൊക്കെ ബുക്കുകളാണെങ്കിൽ ബുക്ക് മാറ്റാൻ പറയുമ്പോഴേക്കും പാരൻസിൻ്റെ നിന്നൊക്കെ കുറച്ച് വിഷമങ്ങൾ കാണിക്കും. അതെല്ലാം ടീച്ചേഴ്സ് അതൊക്കെ മാനേജ് ചെയ്തു, അവർ ഞങ്ങളെ വളർത്തിയെടുത്തു. പിന്നെ ഇതാണ് നല്ലൊരു അനുഭവമാണ് ഇവിടെ ഈ സ്കൂളിനെ കുറിച്ച്, ടീച്ചേഴ്സ് ആണെങ്കിലും. ഫസ്റ്റ് ഫോർത്ത് ഏത് ഇതായിരുന്നു? ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നോ മലയാളം മീഡിയം ആയിരുന്നോ? ഞാൻ വന്നത് സെൻറ് ജോസഫ്സ് നിന്നായിരുന്നു. ഞാൻ ഇംഗ്ലീഷ് മീഡിയം നിന്ന് വന്നുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് മീഡിയം ആ ഡിവിഷനിൽ തന്നെ ഒരു കൊല്ലമൊന്നുമില്ല, എനിക്ക് തോന്നുന്നത് ഡിസംബറൊക്കെ ആകുമ്പോഴേക്കും മലയാളം മീഡിയത്തെക്കാരെയൊക്കെ ഇവർ ട്രാക്കിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. സെൻറ് ജോസഫിന് എന്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരാൻ കാരണം? ഇല്ല, അന്ന് ജോബച്ചനൊക്കെ ആയിരുന്നു. അപ്പം സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള കുറച്ച് കുട്ടികളെ അങ്ങനെ പേഴ്സണലി പാരൻസിനോട് പറഞ്ഞിട്ടായിരിക്കണം. അപ്പം അങ്ങനെ കുറച്ച് പേര്, കാരണം പല പേരാമ്പ്രയിൽ നിന്നുണ്ട്, തിരുവമ്പാടിയിൽ നിന്നുണ്ട്, പുൽപ്പള്ളിയിൽ നിന്നുണ്ട്. പുൽപ്പള്ളിയിൽ നിന്ന് രാധാകൃഷ്ണനാണ് ബത്തേരി ഭാഗത്തുനിന്ന്. തിരുവമ്പാടിയിൽ നിന്ന് മാത്യു ആണ് നമ്മുടെ ഫസ്റ്റ് റാങ്ക് ഹോൾഡറാണ്, ഗോൾഡ് മെഡലിസ്റ്റ് മാത്യു TP ആണ്. പിന്നെ പേരാമ്പ്രയിൽ നിന്ന് പ്രേംലാലുണ്ട്. പിന്നെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പിന്നെ ഒത്തിരി, കാരണം 10th 10-11 കുട്ടികളെ ഉള്ളൂ എന്ന് പറഞ്ഞാലും പലരും പിന്നെ പല സാഹചര്യങ്ങൾ കൊണ്ട് സ്കൂള് മാറിപ്പോയതാണ്. 24-26 പേര് ഉണ്ടായിരുന്നു. 24 പേരിൽ പലരും പല കാരണങ്ങളൊക്കെ അത് സ്കൂൾ വിട്ടിട്ട് പിന്നെ 6th 7th കുട്ടികൾ വന്ന് ചേർന്നിട്ടുണ്ട് ഞങ്ങളുടെ കൂടെ, പല സ്കൂളിൽ നിന്നും പല സ്ഥലത്ത്. പെരിന്തൽമണ്ണയിൽ നിന്നൊക്കെ രമേശ് ഒക്കെ ഉണ്ട്, മുഹമ്മദ് ഉണ്ടായിരുന്നു. പാസ് ഔട്ട് ചെയ്യുന്ന ആരായിരുന്നു പ്രിൻസിപ്പൾ? ഫാദർ ഇസ്തൂർ M. വടക്കൻ. എല്ലാവരെയും ഒന്ന് കൂട്ടി യോജിപ്പിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. എനിക്ക് തോന്നുന്ന ടീച്ചേഴ്സ് പലരും നമ്മളെ വിട്ടുപിരിഞ്ഞ് പോയിട്ടുണ്ടാവാം, വിട്ടുപിരിഞ്ഞ് പോയിട്ടുണ്ട്. എന്നാലും ഉള്ളവരെയൊക്കെ സംഘടിപ്പിക്കാനുള്ള എന്തെങ്കിലും, കാരണം ഇപ്പം മീഡിയ വൈസ് നമുക്ക് സംഘടിപ്പിക്കാവുന്നുള്ളൂ. ഈവൻ സാറാമ്മ ടീച്ചറൊക്കെ ഇവിടെ ഉണ്ടെന്ന് ഞാൻ കേൾക്കുന്നുണ്ട്. ഞങ്ങൾ കെമിസ്ട്രി എടുത്ത മറിയാമ്മ ടീച്ചർ കഴിഞ്ഞ ദിവസം ബ്രദറെ കണ്ടു. ഇവിടെ ഉണ്ട്, കാലിക്കറ്റിലുണ്ട്, കൂരാച്ചുണ്ടുണ്ട്. ആ കാലത്തുള്ളവരെയൊക്കെ സംഘടിപ്പിക്കാം. പക്ഷേ ഞങ്ങളാകെ 2 പേര്, 10 2 പേരേ ഉള്ളൂ ഇവിടെ. ഇപ്പം പലരും ഗൾഫിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലുണ്ട്. സ്കൂളിൻ്റെ ഒരു കാര്യം ഇതാണ്, ആദ്യം 10-11 പേരാണെങ്കിൽ സെക്കൻഡ് ബാച്ച് 13 പേരാണ്. പിന്നെ ഒരു വലിയൊരു ക്രൈസിസ് ആണ്. അതെങ്ങനെ രക്ഷപ്പെട്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. ആകെ 2 കുട്ടികളാണ് 3rd ബാച്ച് ഉണ്ടായിരുന്നു. പിന്നെ ഷൂട്ടപ്പ് ചെയ്തു 13-15 എന്നും പറഞ്ഞ്. പിന്നെ അങ്ങോട്ട് 5 ബാച്ച് കഴിഞ്ഞ് പിന്നെ SSLC സ്റ്റാർട്ട് ചെയ്തു. SSLC സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയി സ്കൂള്. നിങ്ങൾ പാസ് ഔട്ട് ചെയ്ത് CBSE ആണോ സ്റ്റേറ്റ് ബോർഡ് ആയിരുന്നോ? CBSE ആണ്. ആദ്യത്തെ 5 ബാച്ചുകാർ CBSE ആണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ടാണോ സ്റ്റേറ്റ് തുടങ്ങിയത്? ആ സ്വിച്ച് ഓവർ എന്താ കാരണം ഓർമ്മയുണ്ടോ? സ്വിച്ച് ഓവറിന് ഇൻസ്റ്റിറ്റ്യൂഷൻ മാനേജ്മെന്റിന്റെ ഒരു തീരുമാനമായിരിക്കണം. ശ്രമിച്ചു, എനിക്ക് തോന്നുന്നു ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് തന്നെ ഇവർ പലപ്പോഴും ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷേ അതിന് പല റീസൺസ് ആയിരിക്കും, എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഉണ്ട്, കാരണം 3rd ബാച്ച് വെറും 2 കുട്ടികളാവണമെങ്കിൽ പാരൻസൊക്കെ നന്നായി പേടിച്ചു പോയിട്ടുണ്ട്. അഫിലിയേഷൻ കിട്ടില്ല, എക്സാം എഴുതാൻ പറ്റില്ല. ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഞാൻ പറഞ്ഞ പോലെ ഞങ്ങളൊക്കെ പല ബുക്കുകൾ പഠിക്കേണ്ടി വന്നിട്ടുണ്ട്. കുറച്ച് മാസം പഠിച്ചു കഴിയുമ്പോഴേക്കും ആ ബുക്ക് മാറ്റും, വേറെ പുതിയ ബുക്ക് കൊണ്ടുവരും. അങ്ങനത്തെ കുറേ നല്ല അനുഭവങ്ങളാണ് അതൊക്കെ. യൂണിഫോം ഉണ്ടായിരുന്നു? യൂണിഫോം ഉണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ എന്താണ്? ഉണ്ട്, ഒരു കോഫി ബ്രൗൺ പാൻറ്റും ഒരു ക്രീം ഷർട്ടും. സ്കൂളിനെ കുറിച്ച് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പലപ്പോഴും എൻ്റെ കുട്ടികളെ ഞാൻ ഇവിടെ പഠിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല, കാരണം അവരൊക്കെ ഞാൻ ടൗണിലോട്ട് പോകുന്നതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരാനുള്ള സാഹചര്യം ഉണ്ടാകാത്തതുകൊണ്ട് അവരവിടെയാണ് പഠിച്ചത്. എന്നാലും ഞാൻ സ്ഥിരമായിട്ട്, കാരണം ഞാൻ പറഞ്ഞ പോലെ 1ാം ക്ലാസ് തൊട്ടുള്ള കുട്ടികളെ ഇപ്പോഴും ആ സമയത്ത് കോണ്ടാക്റ്റുള്ള പലരും ഇപ്പോഴും എൻ്റെ ഗ്രൂപ്പിലുണ്ട്, സംസാരിക്കാറുണ്ട്, ഫോൺ ചെയ്യാറുണ്ട്. എന്ത് വിവരമുണ്ടെങ്കിലും എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടെങ്കിലൊക്കെ അന്വേഷിക്കാറുണ്ട്. സ്കൂളിൻ്റെ ഇനിയും എല്ലാവിധ ഭാഗങ്ങളും സ്കൂളിൽ ഇനിയും എല്ലാ കാര്യങ്ങളിലും ഇനിയും വൈഡ് സ്പ്രെഡ് ആവട്ടെ. ഇപ്പോഴത്തെ മാനേജ്മെൻറ്റ് ആണെങ്കിലും ഇപ്പോഴത്തെ പ്രിൻസിപ്പളാണെങ്കിലും. ഞാൻ ഇടയ്ക്കരച്ചിനെയൊക്കെ കോണ്ടാക്റ്റ് ഉണ്ട്, തോപ്പിൽ ഫാദർ ആയാലും പലരെയും കോണ്ടാക്റ്റ് ഉണ്ട് ഇപ്പോഴും. എല്ലാവിധ ആശംസകളും സ്കൂളിന് അർപ്പിക്കുന്നു. താങ്ക് യു.